നമസ്കാരം. വലിയ അട്ടിമറികളും വലിയ പരാജയങ്ങളും കണ്ട ഒരാഴ്ചയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പ്രതീക്ഷിക്കാത്ത തോൽവിയിലേക്ക് ചില പാർട്ടികൾ മാറിയപ്പോൾ അതിലും വലിയ വിജയത്തിലേക്ക് വന്നു മറ്റ് ചില പാർട്ടികൾ. എങ്കിലും അവിടെ എല്ലാം ചില അനിശ്ചിതത്വങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടു കഴിഞ്ഞ ഒരാഴ്ചയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. കബന്ധങ്ങൾ ചിതറിത്തെറിക്കുന്ന വാർത്തകൾ കണ്ടു ലോകത്തിൻ്റെ ഒരു കോണിൽ. സമാധാനം ഇങ്ങെത്തിയോ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കുമ്പോഴും സമാധാനം കയ്യെത്താ ദൂരത്താണ് എന്ന് വിളിച്ചു പറയുന്ന ഒരാഴ്ചയുമായിരുന്നു ഈ കടന്നുപോയത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചങ്കൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം. ഏത് വാർത്തയാണ് നമ്മളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയത്? ഗ്ലസീന, ഏതാണ്? നമുക്കറിയാം, ഈ ആഴ്ചയിൽ നമ്മൾ കേട്ട ഏറ്റവും വലിയ വാർത്ത കനത്ത പരാജയങ്ങളാണ്. കനത്ത പരാജയങ്ങളുടെ വിശകലനങ്ങളാണ് ഈ ഒരാഴ്ച മുഴുവൻ കേട്ടത്. 3 മുഖ്യമന്ത്രിമാരെ അട്ടിമറിച്ചുകൊണ്ട് മറ്റു പാർട്ടിക്കാർ ഭരണത്തിൽ വന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരാഴ്ച കണ്ടത്. എല്ലാ വിശകലനങ്ങളും നടന്നു. എങ്ങനെ തോറ്റതിനെ കുറിച്ച് സ്വന്തം പാർട്ടിക്കാരുടെ വിശദീകരണം, ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ വിശദീകരണം, അങ്ങനെയുള്ള ഒരു കീറി മുറിച്ചുള്ള വിശകലനങ്ങളായിരുന്നു ഒരാഴ്ച. എനിക്കതിനെ മറ്റൊരു രീതിയിൽ കാണാനാണ് ആഗ്രഹം, വിമർശിക്കാനുമാണ് ആഗ്രഹം. നമുക്കറിയാം, ഈ ഒരു നിയമസഭാ ഇലക്ഷൻ അന്ന് തുടങ്ങി അതിൻ്റെ ക്യാമ്പയിൻ എങ്ങനെയായിരുന്നു, ഈ 3 സംസ്ഥാനങ്ങളിലും എങ്ങനെയായിരുന്നു ഈ ഇലക്ഷൻ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതിനെ കുറിച്ച് അധികം ഒന്നും ആരും വിമർശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, ഈ 3 സംസ്ഥാനങ്ങളിലെ നമ്മൾ പ്രചരണങ്ങൾ എടുത്തു നോക്കിയാലും ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ആയിരുന്നു എല്ലാ പാർട്ടികളും മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിലാവട്ടെ, ആസാമിലാകട്ടെ, തമിഴ്നാട്ടിലാകട്ടെ ഒരു നെഗറ്റിവിറ്റിയാണ് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ്റെ മുമ്പിലേക്ക് വെച്ച് അവർ പ്രചരണം നടത്തിയെന്നുള്ളതാണ്. കേരളത്തിൽ നമുക്കറിയാം, ഇന്നുവരെ ഇടതുപക്ഷം ചെയ്യാത്ത രീതിയിലുള്ള ഒരു നെഗറ്റീവ് ക്യാമ്പയിനാണ് തുടക്കം തുടങ്ങി അവസാനം വരെ ഉണ്ടായിരുന്നു. അതിൽ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ ഒരു വ്യത്യാസമില്ലാതെയുള്ള ഒരു പ്രചരണമാണ് ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്നെല്ലാം ഉണ്ടായത്. അതിനെ ഏറ്റവും അടുത്ത് പറയുകയാണെങ്കിൽ മാധ്യമപ്രവർത്തക സ്മൃതി പരുത്തിക്കാടിൻ്റെ അവസ്ഥ നമ്മൾ കാണേണ്ടതാണ്. ഫാത്തിമ തഹ്ലിയ, അങ്ങനെയുള്ള മുതിർന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന എല്ലാ സ്ത്രീകൾക്കും എതിരെ വളരെ ശക്തമായ അല്ലെങ്കിൽ ഹീനമായ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്നുണ്ടായി എന്നുള്ളത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. അത് തോൽവിക്ക് ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു നയം എന്ന് പറയുന്നത് അതല്ല. നമുക്കറിയാം, അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാമ്പയിനാണ് മുമ്പ് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇടതുപക്ഷം ഇന്നും ഉണ്ടാവുകയില്ല. നമുക്ക് ബംഗാളിലെ അവസ്ഥയൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. അതിനെ എല്ലാം പ്രതിരോധിക്കേണ്ട ഒരു സമയത്ത് ഒരു സമയത്ത് MA ബേബി വന്നിരുന്നു. സ്മൃതി പരുത്തിക്കാടിനെതിരെയുള്ള ഹീനമായ ആക്രമണങ്ങളിൽ ശക്തമായി അപലപിച്ചുകൊണ്ട് MA ബേബി രംഗത്ത് വന്നിരുന്നു. പക്ഷെ മറ്റുള്ള നേതാക്കളൊന്നും അതിനെ അങ്ങനെ കാര്യമായി പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല. അല്ലെങ്കിൽ ഇത് അഡ്രസ് ചെയ്തില്ല. അതിനെ അഡ്രസ് ചെയ്യുക അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് നമുക്കറിയാം. സോഷ്യൽ മീഡിയയിലൊക്കെ അതിഹീനമായിട്ടുള്ള നെഗറ്റീവ് ക്യാമ്പയിൻ ആയിരുന്നു കേരളത്തിൽ നടന്നിരുന്നത്. അതല്ലാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു 102 സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണം അവർ നടത്തിയിരുന്നോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇടതുപക്ഷം തന്നെയാണ് ഇടതുപക്ഷത്തെ തോപ്പിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ ആശയങ്ങളിൽ നിന്ന് വളരെ അധികമായി നേതാക്കന്മാർ മാറിപ്പോയി എന്നുള്ളൊരു വാസ്തവമുണ്ട്. നമുക്കറിയാം, ഒരു ജില്ലാ സെക്രട്ടറിയോട് എപ്പോഴെങ്കിലും പിണറായി വിജയനോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ സംസാരിച്ചിരുന്നെങ്കിൽ തീരാമായിരുന്ന ഒരു കനത്ത ആഘാതമാണ് അവർ വരുത്തി വെച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇലക്ഷൻ വന്നതിൻ്റെ തൊട്ട് പിന്നാലെ ഏറ്റവും ആദ്യം വന്നൊരു പ്രതികരണം M സ്വരാജിൻ്റെതാണ്. അതിൽ M സ്വരാജ് പറയുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം അനർഹമായ തോൽവി എന്നാണ്. ഇപ്പോഴും അത് സമ്മതിക്കാൻ നേതൃത്വം തയ്യാറായില്ല എന്ന് വേണം കരുതാൻ. അത് അനർഹമായ തോൽവിയല്ല, അർഹമായ തോൽവിയാണ്. ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ആശയങ്ങളാണ്. ഒരു ടേബിളിനപ്പുറത്ത് നിന്ന് ചർച്ച ചെയ്യേണ്ട ഒരു പാർട്ടി സെക്രട്ടറിയാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയധികം വഷളാക്കിയത് കേരളത്തിൽ. നമുക്കറിയാം, മധുസൂദനന്റെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന്റെ ഒരു കാര്യം നമുക്കറിയാം. അത് ഇയാളോട് പറഞ്ഞാൽ മതി, മധു അടുത്ത പ്രാവശ്യം നമുക്ക് പരിഗണിക്കാം, ഈ പ്രാവശ്യത്തേക്ക് മാറി നിൽക്കുക എന്ന് പറയാൻ ഒരു പാർട്ടി സെക്രട്ടറിക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. കുഞ്ഞികൃഷ്ണന്റെ കാര്യം, അയാളുടെ പുസ്തകത്തിന്റെ പേര് തന്നെ നേതാക്കളെ അണികൾ തിരുത്തണം എന്നുള്ളതാണ്. അത് ഞങ്ങൾ അന്വേഷിക്കട്ടെ, മധു ഇത്തവണത്തേക്ക് മാറി നിൽക്കുക. അല്ലെങ്കിൽ TK ഗോവിന്ദനോട് സംസാരിക്കാം, എന്നിട്ട് പറയാം ശ്യാമള ടീച്ചറെ അടുത്ത വട്ടത്തേക്ക് പരിഗണിക്കാം, നിങ്ങൾ നോക്കട്ടെ. പിന്നെ
നമുക്കറിയാം ജി സുധാകരൻ എന്ന് പറയുന്ന പാർട്ടിയിൽ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ആകെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന സജി ചെറിയാനുമായിട്ടാണ്. സജി ചെറിയാൻ പറഞ്ഞൊരു കമന്റിൽ പാർട്ടി സെക്രട്ടറി ചിരിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആക്ഷേപം. അദ്ദേഹത്തെ കേട്ടിരുന്നെങ്കിൽ അദ്ദേഹവും കൂടെ നിന്നിരുന്നേനെ. ഇത് പാർട്ടിക്കുള്ളിൽ പരിഹരിക്കേണ്ട, താഴെത്തട്ടിൽ പരിഹരിക്കേണ്ട കാര്യങ്ങളെല്ലാം നേതൃത്വം ഒരു ഉപജാപ സംഘത്തിന്റെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മിന്നി നിന്നാൽ മാത്രം താഴേക്കിടയിലുള്ള അണികളെ സംതൃപ്തിപ്പെടുത്താം എന്ന് നേതൃത്വത്തിന് എവിടെയോ തെറ്റി. അത് തന്നെയാണ് നേതൃത്വത്തെ അറിയിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനമാണ് ആദ്യത്തെ 6 റൗണ്ടിൽ പിണറായി വിജയൻ പുറകിലായി എന്നുള്ളത് തന്നെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. നമുക്കറിയാം, ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറി ഏറ്റവും അധികം ഇടപെടുന്നത് ഒന്നെങ്കിൽ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. ഇത് ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പോലീസ് സ്റ്റേഷൻ ചെന്ന പാർട്ടിക്കാരനെന്ന് പറഞ്ഞാൽ 2 അടി കൂടുതൽ കിട്ടുന്ന അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പൊ താഴെത്തട്ടിലുള്ള ആൾക്കാരെ കേൾക്കാൻ നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതിന്റെ കനത്ത തിരിച്ചടിയാണ് ഇപ്പോ കിട്ടിയിട്ടുള്ളത്. അതില് ഏറ്റവും വ്യക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുള്ളത് ഒരു ഇടതുപക്ഷ ആശയങ്ങൾ പിന്തുടരുന്ന ഒരാളും പിന്തുടരുന്ന കാര്യമല്ല. അത് തുടക്കം തുടങ്ങി അവരങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് തിരിച്ചു ചെയ്തൂടെ എന്നുള്ള ഒരു സംഘത്തിന്റെ തീരുമാനത്തിലാണ് അത് മുഴുവൻ പോയത്. അതൊന്നും ഇടതുപക്ഷ ആശയങ്ങൾ പിന്തുടരുന്ന ഒരാളും സ്വീകരിക്കില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരവസ്ഥ. ഇനി തമിഴ്നാട്ടിലേക്ക് വന്നാൽ, തമിഴ്നാട്ടിൽ നമുക്കറിയാം ദ്രാവിഡ കക്ഷികളുടെ അടിവേര് അറുത്തുകൊണ്ടാണ് TVK 2 വർഷം അല്ലെങ്കിൽ 2009 തുടങ്ങി അവർ പാർട്ടി രൂപീകരിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങിയിരുന്നു. പക്ഷേ ഏറ്റവും 2 വർഷത്തോളമായിട്ടാണ് ഏറ്റവും അധികം അതിനകത്തേക്ക് ഇൻവോൾവ് ആവുന്നത്. ആ സമയത്ത് ഈ ദ്രാവിഡ മുന്നേറ്റങ്ങളുടെ അടിവേരറുത്തുകൊണ്ട് അവർ വരണമെങ്കിൽ അതിലുണ്ടായ ഏറ്റവും തുടക്കത്തിൽ DMKക്ക് പറ്റിയൊരു പാളിച്ച എന്ന് വേണമെങ്കിൽ പറയാം. തർക്കുറി എന്നുള്ളതായിരുന്നു അവരുടെ മുദ്രാവാക്യം. അവർ ആദ്യം TVK ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് തർക്കുറി എന്നാണ്. തമിഴിൽ തർക്കുറി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ലാത്തവരും ഒന്നിനും കൊള്ളാത്തവരുടെയും പാർട്ടിയാണ് TVK എന്നുള്ളത്. TVK ആക്ഷേപിക്കാൻ വേണ്ടിയാണ് DMK ഉപയോഗിച്ചതെങ്കിലും അതിനെ നന്നായി പ്രതിരോധിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പഠിപ്പില്ലാത്തവരും വിവരമില്ലാത്തവരും ഈ നാടിന്റെ ഭാഗമല്ലേ, ഞങ്ങള് പഠിപ്പില്ലാത്തവർക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ, അത് നിങ്ങളുടെ പരാജയമല്ലേ എന്ന് ചോദിക്കാൻ വിജയ്ക്ക് പറ്റി എന്നുള്ളതാണ്. നിങ്ങൾക്ക് സഹായം ചെയ്യുന്നവർക്ക് വേണ്ടേ നിങ്ങൾ വോട്ട് ചെയ്യാൻ എന്നുള്ളതായിരുന്നു അതിനെ പ്രതിരോധിച്ചുകൊണ്ട് DMK വന്നിരുന്നത്. പക്ഷേ അവിടെയും നിങ്ങൾ തരുന്ന സഹായം നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് വിജയ് അവരോട് പറയുന്നുണ്ട്, നിങ്ങളത് അന്തസ്സായി വാങ്ങിയെടുക്കണം, അന്തസ്സായി ജീവിക്കണം. പിന്നെ അങ്ങോട്ട് കാണുന്നത് മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കരൂർ ദുരന്തം, CBI, അങ്ങനെ എല്ലാ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് വിജയ് ഇല്ലാതാക്കാനുള്ള ഒരു കഠിന ശ്രമമാണ് നടന്നത്. അതെല്ലാം തിരിച്ച് ഒരു അവസരമാക്കാൻ വിജയ്ക്ക് സാധിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വിജയ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ എനിക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വിജയുടെ ഒരു തെരഞ്ഞെടുപ്പ് റാലി ഉണ്ടായിരുന്നു. അതിൽ തമിഴ്നാട് മുഴുവൻ വീണു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് ശേഷമാണ് ചെന്നൈയിൽ MK സ്റ്റാലിൻ അടക്കം DMKയുടെ എല്ലാവരെയും തോപ്പിച്ചുകൊണ്ടാണ് TVK അധികാരത്തിലേക്ക് വന്നത്. അപ്പോൾ പശ്ചിമ ബംഗാൾ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. പശ്ചിമ ബംഗാളിൽ ജനങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം മറികടന്ന് SIR മാത്രം മുന്നിൽ നിർത്തി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ മാത്രം സംസാരിച്ച് ഒരു പൊളിറ്റിക്കൽ വൈരം, ഒരു നെഗറ്റിവിറ്റിയാണ് ഈ 3 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയാം. അതിനേറ്റ ഒരു തിരിച്ചടി തന്നെയാണ് ഈ 3 മുഖ്യമന്ത്രിമാർക്ക് ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയൻ കഷ്ടിമുഷ്ടി രക്ഷപ്പെട്ടു, ബാക്കി 2 പേരും അഡപടലം പൊട്ടി, അവരുടെ പാർട്ടിയും ഇല്ലാതായി, മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ തോറ്റുപോയി എന്നുള്ളത്. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് നെഗറ്റീവ് പബ്ലിസിറ്റി അല്ല, അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അത് ഇനി വരുന്ന ഭരിക്കുന്ന പാർട്ടികൾക്കും കൂടെയുള്ള ഒരു സൂചന കൂടിയാണ്. നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് വില പറയരുത്. നിങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ചെയ്തു തരാനാണ് ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചേക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ഉമ്മാക്കി കാണാനല്ല. അത് ഇനി വരുന്ന പാർട്ടികളും വളരെ നന്നായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് പറയാം, ഒരു ജെൻസി, ഒരു യൂത്തിന്റെ ഭയങ്കര സപ്പോർട്ട് വിജയ്ക്ക് കിട്ടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അത് ഒരു 2 വർഷത്തോളമായിട്ട് നമുക്കറിയാം, തിന്മയ്ക്കെതിരെ പോരാടുന്ന ഒരു നായകൻ,
അതിനെ എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് ഭൂമിയെ രക്ഷിക്കാൻ വരുന്ന അല്ലെങ്കിൽ സമൂഹത്തെ രക്ഷിക്കാൻ വരുന്ന ഒരു നായകന്റെ റോളിലേക്ക് ഉള്ള സിനിമകളാണ് വിജയ് ചെയ്തിട്ടുള്ളതെല്ലാം. അപ്പോൾ അവിടെയെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ഇയാൾ ഞങ്ങളെ ഒരു രക്ഷകനായി വരുന്നു എന്നൊരു പ്രതീതി കൂടിയുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നീതി കിട്ടേണ്ടവർക്ക് എതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഏത് ഭരണാധികാരിയായാലും അവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെ ആവും എന്ന് ഈ തെരഞ്ഞെടുപ്പിലോടുകൂടി ഇനി വരുന്ന പാർട്ടിക്കാർക്കും മനസ്സിലായില്ലെങ്കിൽ ഒരു അരാഷ്ട്രീയത സമൂഹത്തിലുണ്ടാവും. അത് ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയത്തിൽ തട്ടി അല്ലെങ്കിൽ ചങ്കിൽ തട്ടി എന്ന് പറഞ്ഞൊരു കാര്യം, എത്ര പോളിറ്റ് ബ്യൂറോ ഉണ്ടായിക്കോട്ടെ, ഹൈക്കമാൻഡ് ഉണ്ടായിക്കോട്ടെ, ഇവിടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ജനങ്ങളാണ് എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അത് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും അസമിലാണെങ്കിലും ഒക്കെ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ എന്ന് പറയുന്ന ആ ഫോർമുല, ആ ഡെഫിനിഷൻ അർത്ഥവത്തായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണിത്. ഇതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ അണികളുടെ ഇടയിലൊക്കെ വളരെയേറെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ചില വിട്ടുവീഴ്ചകൾ നൽകിക്കൊണ്ട് ചില പ്രസ്ഥാനങ്ങളെ പിടിച്ചു നിർത്താനുള്ള ശ്രമം തന്നെയാണ് അണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അണികൾക്ക് വേദനയുണ്ട്, നിരാശയുണ്ട്. പക്ഷേ അതെല്ലാം നാളെ ഒരു നല്ലതാവാൻ വേണ്ടി മാത്രമുള്ളത് ആണ് എന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. എല്ലാം നല്ലതിന് ഇത് മനസ്സിലാക്കിയാൽ ബാക്കിയുള്ളവർക്കും നല്ലത്, ഇനിയുള്ള പാർട്ടികൾക്കും നല്ലത്. ഓക്കെ, തീർച്ചയായിട്ടും എന്തായാലും വലിയൊരു തെരഞ്ഞെടുപ്പ് കാലം തന്നെയാണ് കഴിഞ്ഞു പോയത്. ഇതിന്റെ അലയൊലികൾ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. അപ്പോഴും ചില സങ്കടങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ച്. ചില തർക്കങ്ങളല്ലേ അണികളെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുമുണ്ട്. ജോൺ, എന്താണ് കഴിഞ്ഞ ആഴ്ചയിൽ ജോണിന്റെ മനസ്സിൽ തട്ടി നിന്ന ആ വാർത്ത? നമുക്കറിയാവുന്നതുപോലെ ഒരു ഭീതിയാണ് കോവിഡ് മഹാമാരിക്ക് ശേഷം, കോവിഡ് പാൻഡമിക് ഏകദേശം 1-2 വർഷത്തോളം തന്നെ കേരളത്തെ മാത്രമല്ല ലോകം മുഴുവനെയും ബുദ്ധിമുട്ടിൽ ആഴ്ത്തിയ ഒരു വലിയൊരു മഹാമാരി. ഒരു പക്ഷേ പോസ്റ്റ് കോവിഡ് ആൻഡ് പ്രീ കോവിഡ് എന്ന് പറഞ്ഞൊരു കാലഘട്ടം വേണമെങ്കിൽ അങ്ങനെ നമ്മൾ വിഭജിക്കാൻ പറ്റുന്നു. അങ്ങനത്തെ ഒരു മഹാമാരിക്ക് ശേഷം മറ്റൊരു ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് ഹാൻഡ വൈറസ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേകതരം വൈറസ്. അപ്പോൾ അതൊരു സാംക്രമിക രോഗമാണെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ കോവിഡ് പോലെയല്ല ഈ സാംക്രമിക രോഗമെങ്കിലും ഈ വൈറസിൻ്റെ അറ്റാക്കിനെ പ്രതി ആക്രമണത്തെ തുടർന്ന് പല ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. അത് വളരെ വലിയൊരു വേദനിപ്പിക്കുന്ന വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ, എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലുൾപ്പെടെ മാധ്യമങ്ങൾ വന്നിരിക്കുന്നത് ഇതൊരു ഭീതിപ്പെടുത്തുന്ന വാർത്തയല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നെങ്കിലും അടിവരയിട്ട് ഒരു പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ഇതുപോലെ വൈറസിനെ, ഇതുപോലെയുള്ള അറ്റാക്കുകൾ, ആക്രമണത്തെ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇത് കൂടുതലും കോവിഡിന്റെ പോലെ തന്നെ റിസംബ്ലൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സാമ്യമുള്ളൊരു വൈറസാണ്, അല്ലെങ്കിൽ സാമ്യമുള്ള അതേ രീതിയിലുള്ളൊരു ശാരീരിക പ്രക്രിയയിലൂടെയാണ് ഇത് കടന്നു പോകുക. അപ്പോൾ കോവിഡ് വരുമ്പോൾ നമുക്ക് കണ്ടതും കേട്ടും നമുക്ക് പലരും അനുഭവിച്ചിട്ടുണ്ടാവും. ഞാൻ ഉൾപ്പെടെ കോവിഡിൽ ഉണ്ടായിരുന്നു, എനിക്ക് കോവിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് അനുഭവപ്പെടുന്നത് കൂടുതലായിട്ടും നമ്മുടെ ലങ്സിനെ അത് ബാധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അപ്പർ ബോഡിയിലാണ് കൂടുതൽ അത് സ്വാധീനിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഹാൻഡ വൈറസിന്റെ ഒരു അവസ്ഥ. അപ്പർ ബോഡിനെ സ്വാധീനിക്കുന്നു, ലങ്സ്, അതുപോലെ തന്നെ ശ്വാസനാളം, അതുപോലെയുള്ള ഒരു അവസ്ഥകളൊക്കെ സ്വാധീനിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് ആ വ്യക്തി മരണപ്പെടുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് മരണപ്പെടുന്നത്. ഒരു പക്ഷേ കോവിഡിന്റെ ഉറവിടം എന്താണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അതുപോലെയല്ല ഹാൻഡ വൈറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ വൈറസ് കൂടുതലും കണ്ടെത്തിയിരിക്കുന്ന റോഡൻസ്, ഈ പറയുന്ന എലികൾ, അതുപോലെയുള്ള ജീവികളിൽ നിന്നാണ് ഈ വൈറസ് വരുന്നത് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വൈറസിന്റെ ഉറവിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവികളിൽ വൈറസ് ഇൻഫെക്റ്റ് ആവുന്നു. പക്ഷേ ജീവികൾക്ക് അത് കുഴപ്പമുണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് എലികൾ അതുപോലെയുള്ള ജീവികൾക്ക് വലിയ ശല്യമോ അല്ലെങ്കിൽ അത് മരണപ്പെടുന്നില്ല. അതൊരു കാരിയർ ആയിട്ട് വർഷങ്ങളോളം അങ്ങനെ കൊണ്ടുപോകുന്നത്. കൂടുതലായിട്ടും ഈ വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന വീടുകൾ, ഉപയോഗിക്കാതിരിക്കുന്ന സ്ഥലങ്ങൾ, അവിടെയാണ് ഇങ്ങനെയുള്ള വൈറസിന്റെ ഒരു ഇതുപോലെയുള്ള വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ജീവികളുണ്ടെന്നൊക്കെ കാണപ്പെടുന്നത്. പക്ഷേ ഈ ജീവികൾക്ക് ഇതൊരു പ്രശ്നമല്ല. ഈ വൈറസ് ഇൻഫെക്റ്റ് ആയ ജീവികൾക്ക് അത് പ്രശ്നമല്ല. അവർ ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇവർ എക്സ്ക്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരുടെ വിസർജ്യം, മലമൂത്ര വിസർജ്യങ്ങളൊക്കെ, ഈ ഡ്രൈഡ് ആയിട്ടുള്ള വിസർജ്യം, അങ്ങനെയുള്ള അതിൽ നിന്നാണ് മനുഷ്യർക്ക് ഈ വൈറസിന്റെ ആക്രമണം അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്റ്റ് ആവുന്നത്. അപ്പോൾ എങ്ങനെ ഇൻഫെക്റ്റ് ആയ വൈറസ് പിന്നീട് മനുഷ്യ ശരീരത്തിൽ വന്ന് കൂടുതൽ ആക്രമണം നടത്തുന്നു. കോവിഡിൻ്റേത് പോലെ തന്നെയായിട്ടുള്ള ഒരു രോഗലക്ഷണങ്ങൾ തന്നെയാണ് ഈ ഹാൻഡ വൈറസിന് കാണിക്കുന്നത്. അപ്പോൾ കോവിഡ് ആണെന്ന് സംശയിക്കാം എന്നൊരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് COVID-19 പോലെയല്ല എന്ന് പിന്നീട് WHO ഉൾപ്പെടെയുള്ള മറ്റു സംഘടനകളൊക്കെ ഇത് തെളിവ് സഹിതം പുറത്തു. മരണതോത് കൂടുതലാണ് തോന്നുന്നു. മരണതോത് കൂടുതലാണ്. പക്ഷേ ഇത് കോവിഡ് പോലെ അങ്ങനെ ഒരു സാംക്രമിക രോഗമായിട്ടൊരു ഗണത്തിൽപ്പെടുത്തിയിട്ടില്ല, ഒരു പാൻഡമിക് അല്ല എന്ന ഗണത്തിൽപ്പെടുത്തിയിട്ടില്ല. നമുക്കറിയുന്ന പോലെ ഹോണ്ടീസ് എന്നൊരു അർജന്റീനയിൽ നിന്ന് യാത്ര തുടങ്ങി അറ്റ്ലന്റിൽ കൂടെ യാത്ര പോയിക്കൊണ്ടിരുന്ന ഹോണ്ടീസ് എന്ന ഒരു കപ്പലിലാണ് ഈ ഒരു സംഭവത്തെ കുറിച്ച് ആളുകൾ ആദ്യം അറിയുന്നത്. അതുപോലെ
തന്നെ അതിൽ ആൻഡസ് എന്ന് പറഞ്ഞൊരു വേറൊരു വകഭേദമുണ്ട്. കൂടുതലായിട്ടും സൗത്ത് അമേരിക്ക ആ ഭാഗത്തൊക്കെ കൂടുതലായിട്ടും കാണപ്പെടുന്ന ഒരു വകഭേദമാണ് ആൻഡസ് എന്ന് പറഞ്ഞ വൈറസ്. ഹാൻഡ വൈറസിന്റെ മറ്റൊരു വകഭേദമാണ്. ഇതാണ് കൂടുതലും മനുഷ്യരിലേക്ക് ഇങ്ങനെ പല സലൈവ അങ്ങനെയുള്ള പല രീതിയിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ ഈ റോഡൻസ് നമുക്കറിയാലോ, ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ കൂടുതലും സൂക്ഷിക്കേണ്ടത് എലിപ്പനി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോലെ തന്നെ ഇതും അങ്ങനെ പകരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു കോഷ്യസ് ഒരു എന്താ പറയാ ഒരു ഇതിന്റെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതകളുണ്ടോ ഇതിന്? തീർച്ചയായിട്ടും അങ്ങനെ പകരാനുള്ള സാധ്യത, അതിനൊരു വകഭേദമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സൗത്ത് അമേരിക്കൻ വകഭേദമായിട്ട് ആൻഡസ് എന്ന് പറഞ്ഞ വൈറസ് ആണ്. അതാണ് കൂടുതലായിട്ടും പകരുന്നത്. ഇത് പകരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ എങ്കിലും കപ്പലിലുണ്ടായ ആൾക്കാർ മരിച്ചത് ഹാൻഡ വൈറസിന്റെ ആക്രമണം മൂലം തന്നെയാണ്. ആക്രമണം എന്ന് വെച്ചാൽ അതിന്റെ ഒരു ഇൻഫെക്ഷൻ മൂലം തന്നെയാണ് മരിച്ചതെന്ന് തന്നെയാണ് പറയുന്നത്. അത് കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ എക്സ്ക്രീറ്റ്സ്, അതിന്റെ വിസർജ്യങ്ങൾ, അത് ഓക്കെ അതുമോ ഹ്യൂമൻ ടച്ച് ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അതിൽ നിന്ന് വരുന്നതാണ്, ഇൻഫെക്ട് ചെയ്യുന്നതാണ് ഈ ഒരു വൈറസ്. പക്ഷേ അതേസമയം ഇത് COVID-19 പോലെ ഒരു പാൻഡമിക് അല്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഓരോ കാലം കഴിയുമ്പോഴും പുതിയ പുതിയ അസുഖങ്ങളും മാരകമായ രോഗങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഒരു 10-15 വർഷത്തിന് അപ്പുറം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. വളരെ അടുത്ത സമയത്താണ്. പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോഴേ ഈ അടുത്ത കാലത്തേക്ക് വരുമ്പോഴും നമ്മൾ കേൾക്കാത്തതും വായിൽ കൊള്ളാത്തതുമായ രോഗങ്ങളുടെ പേരുകളാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖം ഉണ്ടാകുന്നു, മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ജീവിത രീതികളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പിന്നോട്ടേക്ക് പോകുന്നത്, നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോഴും പലപ്പോഴും പിന്നോട്ടേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വൈറസുകളൊക്കെ വരുന്നത്. അതിന്റെ പേര് കേട്ടാൽ തന്നെ പേടിക്കുന്ന പുതിയൊരു ഒരു വൈറസും കൂടി ഇന്നലെ ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൽ കുളിക്കുന്നതെല്ലാം മണ്ണിൽ കളിക്കുന്നതും പ്രശ്നമാണ്. പുതിയൊരു വൈറസും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾ മണ്ണിൽ കളിക്കുമ്പോഴും ശ്രദ്ധിക്കണം. മുങ്ങി കുളിക്കുമ്പോഴായിരുന്നു ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടായിരുന്നത്. ഇപ്പം മണ്ണിൽ കളിക്കുമ്പോഴും പ്രശ്നം തന്നെയാണ്. അതായത് ജനിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചാൽ ജീവിച്ചു പോവുക, അല്ലാതെ വേറെ കാര്യങ്ങളല്ല. ഇതുപോലെ നെഞ്ചിൽ തട്ടുന്ന ആയിരം പ്രതിസന്ധികളിലൂടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അഭയ, എന്തായിരുന്നു? തീർച്ചയായും റോജി, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്ന, ഒരു ദിവസം ഒരു വാർത്തയെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രൈസ്തവ വിരുദ്ധതയെക്കുറിച്ചുള്ളത്. ഇന്നലെ പോലും റിപ്പോർട്ട് ചെയ്ത കൊളംബിയയിൽ നടന്ന ഒരു ക്രൈസ്തവ വിരുദ്ധതയുടെ വാർത്ത ഞാൻ ഓർക്കുകയാണ്. ഒരു വ്യക്തി അവിടുത്തെ ഒരു ചരിത്രപ്രസിദ്ധമായ ദേവാലയത്തിലേക്ക് അതിക്രമിച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന രൂപങ്ങളെല്ലാം തകർത്ത് താഴെയിട്ട് തരിപ്പണമാക്കുക. എന്നിട്ട് അയാൾ വിളിച്ചു പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ 666. അത്തരത്തിലുള്ള ഒരു വിചിത്ര മുദ്രാവാക്യമൊക്കെ മുഴക്കിക്കൊണ്ട് അത്തരത്തിൽ ചെയ്തൊരു കാര്യം ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ചതുമായി ഈ അടുത്തുണ്ടായ ഇസ്രായേൽ സൈനികരുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത ക്രൈസ്തവ വിരുദ്ധതയുടെ 2-3 തുടർക്കഥകൾ. ഇതിൽ ഏറ്റവും ഒടുവിലായി വരുന്നത് തെക്കൻ ലെബനനിലെ ഒരു ക്രൈസ്തവ ഗ്രാമത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ ചെയ്ത ഒരു പ്രവൃത്തി. അദ്ദേഹം അത് സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങളിൽ ആ ചെയ്ത പ്രവൃത്തിയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് അത് ലോകവ്യാപക പ്രതിഷേധങ്ങൾക്ക് ഇടയായ 2 സാഹചര്യങ്ങൾ. ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ തെക്കൻ ലെബനനിലെ ഒരു ക്രൈസ്തവ ഗ്രാമത്തിൽ ഇദ്ദേഹം എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രൂശിത രൂപം വലിയൊരു കൂടം ഉപയോഗിച്ച് ഇടിച്ച് തകർക്കുക, നശിപ്പിക്കുന്ന ഒരു ചിത്രം. അദ്ദേഹം ഒരു സൈനികൻ അത് ചെയ്യുന്നു, മറ്റൊരു സൈനികൻ അത് പകർത്തി ഇവരത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ്. ഇത്രമാത്രം വികലമായ അല്ലെങ്കിൽ വികൃതമായ ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു കാര്യം ഉണ്ടായി. IDF അതിനെതിരെ അപ്പം തന്നെ പ്രതികരിച്ചു. ആ 2 സൈനികർക്കുമെതിരെ നടപടി സ്വീകരിച്ചു. IDF അപ്പോൾ തന്നെ അതിനെതിരെ പ്രതികരിക്കുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിക്കോട്ടെ പ്രതികരിച്ചു. ഇത് തീർച്ചയായും IDFന്റെ അടിസ്ഥാന തത്വങ്ങൾക്കും അല്ലെങ്കിൽ നിയമസംഹിതകൾക്കും ഒക്കെ വിരുദ്ധമായ ഒരു കാര്യമാണ്. അത് മാത്രമല്ല IDF ആ ക്രൂശിത രൂപം അവിടെ മാറ്റി സ്ഥാപിച്ച് മുഴുവൻ ക്രൈസ്തവരോട് മാപ്പ് പറയുകയും ചെയ്തു. ഈ ഒരു സംഭവം ഉണ്ടായി ഏതാനും അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിലാണ് അതേ പ്രദേശത്ത് തന്നെ വീണ്ടും ഒരു ഇസ്രായേൽ സൈനികൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു രൂപത്തിലേക്ക് സിഗരറ്റ് മാതാവിൻ്റെ ചുണ്ടിലേക്ക് വെച്ച് അത്തരത്തിലുള്ള ചെയ്യുകയും അയാൾ സ്വയം സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം സാമൂഹിക മാധ്യമത്തിൽ പ്രചരിപ്പിച്ചത്. അപ്പോൾ ഇത്തരം ഒരു സംഭവം ഉണ്ടായി അതിനെതിരെ നടപടി സ്വീകരിച്ച് നാളുകൾ തികയുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഒരു പ്രവൃത്തി സംഭവിച്ചു കഴിഞ്ഞു. ഇതിലും IDF പ്രതികരിച്ചിട്ടുണ്ട്, നടപടി സ്വീകരിക്കും, അന്വേഷണം നടത്തും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് ഇത് ഒരു തുടർക്കഥയാവുന്നു എന്നത് തീർച്ചയായും ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. ലെബനനിൽ നമുക്കറിയാം ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളകളും തമ്മിലുള്ള നിരന്തരമായ
അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ലെബനനിലെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് നിരന്തരമായി അതിൻ്റെ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സാധാരണക്കാരുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ ലെബനൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ദിനം പ്രതി അവിടെ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവരുടെ എണ്ണം എന്ന് പറയുന്ന അസംഖ്യമാണ്. എങ്കിലും അവിടുത്തെ ക്രൈസ്തവ ഗ്രാമത്തിലെ ഇത്തരത്തിലുള്ള നമ്മുടെ വിശ്വാസ സത്യങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ചിഹ്നങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ ആരാധനാലയങ്ങളോട് എന്തുകൊണ്ട് ഇസ്രായേൽ സൈനികരായിട്ടുള്ളവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇതിനു മുൻപ് ഏറ്റവും ഒടുവിലൊരു തുടക്കം എന്നതുപോലെയൊക്കെ പറയാം, ഓശാന ഞായറാഴ്ച ഉണ്ടായ ഒരു വലിയ സംഭവമായിരുന്നു. ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റിനെ അവിടുത്തെ ഓശാന ഞായറാഴ്ചയിലെ ദിവ്യബലി അർപ്പിക്കുവാൻ വേണ്ടി എത്തിയ അദ്ദേഹത്തെ വിശുദ്ധ നാട്ടിലെ ദേവാലയത്തിൽ ഇസ്രായേൽ സൈന്യം തടഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതിനെതിരെ എന്നാൽ അവർ ന്യായീകരണമൊക്കെ ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇറാൻ നിരന്തരമായി വിശുദ്ധ നാടിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, ലക്ഷ്യം വെക്കുന്ന ഇറാന്റെ മിസൈലുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ലാറ്റിൻ പാത്രിയാർക്കേറ്റിന്റെയും വിശ്വാസികളുടെയും സുരക്ഷയെ പരിഗണിച്ചാണ് ഇത്തരത്തിൽ അവർ ലാറ്റിൻ പാത്രിയാർക്കേറ്റിനെ തടഞ്ഞത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഓശാന ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഓശാന ഞായറാഴ്ച വർഷങ്ങൾ കൂടിയാണ് വിശുദ്ധ നാട്ടിൽ ലാറ്റിൻ പാത്രിയാർക്കേറ്റിന് ദിവ്യബലി അർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സുരക്ഷാ നടപടികൾ ഒരുക്കി കൊടുക്കുക എന്നതിന് പകരം അദ്ദേഹത്തെ ദേവാലയത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൈസ്തവ വിരുദ്ധത ഈ ഇസ്രായേൽ സൈനികരുടെ ഇടയിൽ ഇത്തരത്തിൽ വർദ്ധിക്കുന്നത്? സൈന്യം അതിന് നടപടി സ്വീകരിക്കുമ്പോഴും ഒരു സൈഡിൽ നിന്ന് സൈന്യം അതിന് പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ക്രൈസ്തവരോട് മാപ്പ് പറഞ്ഞു ബെഞ്ചമിൻ നെതന്യാഹു ഈ ക്രൂശിത രൂപം തകർത്ത സംഭവത്തിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വളരെയധികം ഞെട്ടലുളവായ, അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് ഇതുണ്ടായത്. കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു. എങ്കിൽ പോലും വീണ്ടും ആ സംഭവം ഉണ്ടായി, അതിന് നാളുകൾക്ക് ശേഷം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നു. അപ്പോൾ തീർച്ചയായും ഒരു കടുത്ത ക്രൈസ്തവ വിരുദ്ധതയുടെ ഒരു നേർചിത്രമായി ഇത് മാറുകയാണ്. തീർച്ചയായിട്ടും വളരുംതോറും പിളർക്കാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട്. അതായത് ക്രൈസ്തവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് ഓരോ നിമിഷവും അനുദിനം പീഡനങ്ങൾ ഏറ്റുകഴിഞ്ഞാലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പല ആൾക്കാർക്കും ഉള്ളിൽ ഉണ്ടാകുന്ന വല്ലാത്തൊരു ഫ്രസ്ട്രേഷനുണ്ട്. ആ ഫ്രസ്ട്രേഷൻ തന്നെയാണ് പ്രധാനമായും ഈ ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് കാരണമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാലോ, ഒരു കാര്യം ഒരാളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അടുത്തുള്ള ആൾക്കാർക്ക് അസൂയ ഉണ്ടാകുക എന്നുള്ളൊരു സ്വാഭാവികമായിട്ട് കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ക്രൈസ്തവർ വളർച്ച കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസൂയ. അതേസമയം ഇത് ഒരു അങ്ങനെ ഒരു ചിന്ത, ഒരു സൈക്കോളജിക്കൽ അസൂയ എന്ന് മാത്രം ഒരു പേര് കൊടുത്താൽ മാത്രം പോരാ. ഇതൊരു ആക്രമണമാണ്. കുറച്ചും കൂടി ഒരു ആത്മീയ തലത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു പൈശാചിക ആക്രമണമാണ്. ക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണോ നിലനിന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു തിന്മയുടെ ശക്തി, ഒരു പൈശാചിക ശക്തി എങ്ങനെയെങ്കിലും ക്രിസ്തു രാജ്യം തകർക്കുക, ദൈവരാജ്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തികൾ എന്ന് തന്നെയാണ് നമുക്ക് ഇതിനെ പറയാൻ സാധിക്കുക, എന്ന് തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുക. അത് ഇസ്രായേലിലും അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലും കാണുന്നുണ്ട്. ലോകത്തിലെ എവിടെയൊക്കെ മനുഷ്യരുണ്ടോ, എവിടെയൊക്കെ ക്രൈസ്തവരുണ്ടോ, അവിടെയൊക്കെ ഈ ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണം ഒരു സ്ഥലത്ത് നടക്കുന്നു. അതേസമയം വേറൊരു തലത്തിൽ ഇത് പാവപ്പെട്ടവരെയും മറ്റുള്ളവരെയും രീതിയിൽ ഉപദ്രവിക്കുന്ന, ഓരോ തരത്തിലും ഓരോ രീതിയിലും ഓരോരുത്തർക്ക് വേണ്ട രീതിയിലുള്ള ആക്രമണങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡിസൈൻ ചെയ്യുന്നത് തീർച്ചയായും ടൈലറിംഗ് എന്നൊക്കെ പറയില്ലേ, അതേ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജിക് മൂവാണ്. എങ്ങനെയെങ്കിലും മനുഷ്യനെ തിന്മയിലേക്ക് നീൽപ്പെടുത്തി നശിപ്പിക്കുക, ശക്തിയുള്ളവനെ നശിക്കുക, മറ്റുള്ളവരെ നശിക്കുക എന്നൊരവസ്ഥയിലേക്കാണ് ഈ ലോകത്തിന്റെ ഒരു ഗതി പോയിക്കൊണ്ടിരിക്കുന്നത്. തിന്മയുടെ ശക്തി തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. പിശാചിന്റെ പണിപ്പുരയ്ക്ക് ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത രീതിയിൽ നിരന്തരം അത് കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങളും അവഹേളനങ്ങളും എല്ലാം തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് ഇതിനൊരു അന്ത്യം വരും എന്ന് നമ്മൾക്ക് ചിന്തനീയമാണ്. പക്ഷേ ഒരു അന്ത്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. എൻ്റെ മനസ്സിൽ വല്ലാത്ത നൊമ്പരപ്പെടുത്തിയ ഒരു വാർത്ത എന്ന് പറഞ്ഞത് തേജസിനെ കുറിച്ചാണ്. തേജസ് എന്ന് പറഞ്ഞ അർത്ഥം അറിയാം നമുക്ക്. സൂര്യനെ പോലെ ഉദിച്ചുയരേണ്ട, പൊങ്ങി വരേണ്ട, കുറേ ആളുകൾക്കൊക്കെ വെളിച്ചമാകേണ്ട വെറും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന തേജസ് കഴിഞ്ഞ ശനിയാഴ്ച വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് മാതാപിതാക്കൾ കാണുന്നത്. അപ്പോൾ ഒരു അപ്പനെയും അമ്മനെയും സംബന്ധിച്ച് അറിയാൻ കഴിയും. കാരണം ഒരു കുഞ്ഞ് തൻ്റെ പൊന്നോമനയെ ലാളിച്ച് പരിപാലിച്ച് കൊണ്ടുവരികയാണ്. ഒരു ദിവസം രാത്രിയിൽ അവൻ ആത്മഹത്യ ചെയ്ത രീതിയിൽ കണ്ടെത്തിയാണ്. അത് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആത്മഹത്യ എന്നുള്ളത് കേട്ടുകേൾവിയൊക്കെ ഉണ്ടാകാം, പക്ഷേ ഇത് എങ്ങനെ ചെയ്യാമെന്നൊരു പക്ഷേ അറിയ പോലും ഉണ്ടാവില്ല. ആ കുഞ്ഞാണ് വീട്ടിൽ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത രീതിയിൽ കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾ രംഗത്ത് വന്നിരുന്നു. സ്കൂളിനെതിരെ ശക്തമായ രീതിയിലുള്ളൊരു ആക്ഷേപവുമായിട്ടാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവഗണിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും
നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് മുറിപ്പെടുത്തും. നമ്മളൊരാളെ എത്രയൊക്കെ സ്നേഹിച്ചു എന്ന് കരുതിയാലും അവരുടെ ഒരു അവഗണന നമ്മളെ വല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. ഇപ്പം ഒരു കോട്ട് ഇങ്ങനെയാണ് പറയുന്നത്, അതായത് നിങ്ങൾക്കൊരാളെ വേദനിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അവരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക. ആ സ്നേഹത്തിൻ്റെ പരകോടിയിൽ എത്തിക്കഴിയുമ്പോൾ അവരെ അവഗണിച്ച് ഇറങ്ങിപ്പോവുക. അതിലും വലിയൊരു പ്രതികാരമോ ഒരു ദുഷ്ടതയോ അവരോട് ചെയ്യാൻ ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓരോ വ്യക്തികളോടും പ്രവർത്തിക്കുമ്പോൾ അത് അവർക്കുണ്ടാകുന്ന മുറിവ് എത്രത്തോളമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ കുഞ്ഞിൻ്റെ മരണം വല്ലാത്ത രീതിയിൽ ഏർട്ട് ചെയ്യുക തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഈ അവഗണിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ അവഗണിക്കേണ്ടത് ചില കാര്യങ്ങളുണ്ട്, അവയെ അവഗണിക്കുക തന്നെ വേണം. പക്ഷേ മറ്റു ചില കാര്യങ്ങളുണ്ട്, അതിനെ അവഗണിക്കാതെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ചേർത്ത് പിടിക്കേണ്ടത് ആരെയാണ്, അവഗണിക്കേണ്ടത് ആരെയാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു പക്വത അധ്യാപകർക്കും മാതാപിതാക്കൾക്കും സമൂഹത്തിന് ഒന്നടങ്കം ഉണ്ടാകണം. സ്നേഹിക്കുന്നവരെ അവഗണിക്കുക എന്നുള്ളതല്ല, നിഷ്കളങ്കയുടെ പുറത്ത് അവഗണിക്കണോ ചേർത്ത് പിടിക്കണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഞാനൊരു കഥ പറയാം. ആ നാട്ടിൽ വലിയൊരു വരൾച്ച പിടിപെട്ടു. നാളുകളായി മഴ പെയ്തിട്ട് കുളങ്ങളും തോടുകളും കിണറുകളും എല്ലാം വറ്റി വരണ്ടു. ആളുകൾക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലുമില്ല. സസ്യജാലങ്ങളും ജീവജാലങ്ങളും എല്ലാം വെള്ളത്തിന് വേണ്ടി കരയാൻ തുടങ്ങി. സസ്യജാലങ്ങൾ കരിഞ്ഞ് ഉണങ്ങാൻ തുടങ്ങി, മൃഗങ്ങൾ ചത്തൊടുങ്ങാൻ തുടങ്ങി. പ്രദേശമെല്ലാം മരുഭൂമി പോലെ ആയി മാറുകയായിരുന്നു. അങ്ങനെയാണ് അവൻ മുത്തശ്ശിയോടൊപ്പം അയൽ നാട്ടിലേക്ക് പോയേക്കാം എന്ന് തീരുമാനിച്ചത്. ദാഹജലം തേടിയുള്ള പോക്കായിരുന്നു അവരുടേത്, ഒരു തരത്തിൽ പലായനം. അവരുടെ നാട്ടിൽ നിന്നും കുടിവെള്ളം തേടി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് അവൻ മുത്തശ്ശിയോടൊപ്പം നടന്നു നീങ്ങി. നടന്ന് ക്ഷീണിച്ചു. സൂര്യൻ ശക്തിയായി ജ്വലിക്കുന്നുണ്ടായിരുന്നു. വിയർത്തൊലിച്ചു. ദാഹം കൊണ്ട് വീർപ്പുമുട്ടി. ഭാണ്ഡക്കെട്ടിൽ നിന്നും അവൻ ഒരു കുപ്പിയെടുത്തു. അതിൻ്റെ മൂടി തുറന്ന് അല്പം വെള്ളം കുടിക്കാൻ തുടങ്ങി. അല്പം ആശ്വാസം. ആ സമയത്താണ് അതിലെ ഒരു പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ടത്. അവൻ വിചാരിച്ചു, എന്നെപ്പോലെ തന്നെ എത്ര ദാഹമുണ്ട് ഈ പാമ്പിനും അല്പം ജലം കൊടുത്തേക്കാം. അവൻ്റെ മനസ്സ് വളരെ നിഷ്കളങ്കമായ രീതിയിൽ ചിന്തിച്ചു. പാമ്പിന് അവൻ വെള്ളം മെല്ലെ ഒഴിച്ചു കൊടുത്തു. പാമ്പ് വെള്ളം കുടിക്കുന്നതോടൊപ്പം അവൻ്റെ കൈകളിൽ ആഞ്ഞു കുത്തി. വേദന കൊണ്ട് അവൻ പുളഞ്ഞു. അവൻ്റെ ശരീരം കരിനീല നിറമായി മാറി. അവൻ നിലത്തേക്ക് വീണു. ആ സമയത്ത് അവൻ മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി, എന്തിനാണ് ഈ പാമ്പെന്നെ കുത്തിയത്? അതിന് ഞാൻ ദാഹജലം കൊടുക്കുകയല്ലായിരുന്നോ എന്ന്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, പാമ്പ് അതിൻ്റെ പ്രവൃത്തി മാത്രമാണ് ചെയ്തത്. നീ വെള്ളം കൊടുത്തു എന്നുള്ളത് പാമ്പിനറിയില്ല. പാമ്പ് പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് തന്നെ ആക്രമിക്കുകയാണ് എന്നതാണ്. അവന് അപ്പോഴാണ് മനസ്സിലായത് എല്ലാവരെയും നിഷ്കളങ്കമായി സമീപിക്കരുത് എന്ന്. പല ആൾക്കാരുടെയും സ്വഭാവങ്ങൾ പല രീതിയിലുള്ളതായിരിക്കും. ഒരേ പാത്രത്തിൽ എല്ലാവർക്കും വിളമ്പുകയും അരുത്. പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കണം നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതും. നിഷ്കളങ്കമായി ചിന്തിക്കുന്ന ഒന്നും തന്നെ അത്ര നിഷ്കളങ്കമായിരിക്കുകയില്ല. ലോകവും അതുതന്നെയാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. നമ്മൾ ചില സഹായങ്ങൾ ചെയ്യുമ്പോൾ ആ സഹായത്തിൻ്റെ രീതിയിൽ അവർ വിചാരിക്കണമെന്നില്ല. തിരിഞ്ഞ് കൊത്തുക തന്നെ ചെയ്യും. ആളെ കണ്ടറിഞ്ഞ് ഉപകാരം ചെയ്യുക. അല്ലെങ്കിൽ പലപ്പോഴും ആ ഉപകാരം എന്ന് പറയുന്നത് നമ്മളെ അപകടത്തിലേക്ക് നയിക്കും. തിരിച്ചറിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ആഴ്ചയിലെ ചങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.